ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നറൂട്ടോ SD എപ്പിസോഡ് 2 പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ലീ ആണെങ്കിൽ സാക്കുറയെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. ഇവിടെ ടെൻഡൻ ആണെങ്കിൽ നീ അവൾക്ക് ലവ് ലെറ്റർ ഒക്കെ കൊടുത്തു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ലിയോട് പല കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാക്കുറയാണ് കാണിക്കുന്നത്. സാക്കുറയാണെങ്കിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ സാക്കുറയുടെ ബാഗിൽ ഒരു ലവ് ലെറ്റർ വെക്കുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. അങ്ങനെ സാക്കുറ തന്റെ ബാഗ് എടുക്കുന്ന സമയത്താണ് ബാഗിനുള്ളിൽ ഒരു ലവ് ലെറ്റർ കാണുന്നത്. അങ്ങനെ സാക്കുറ അത് തുറന്ന് വായിക്കാനും തുടങ്ങും. ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ ഇമാജിനേഷനിൽ തന്റെ ലെറ്റർ വായിച്ച് സാക്കുറ ലീയെ ഇഷ്ടപ്പെടുന്നതൊക്കെ കിനാവ് കാണുകയാണ്. അങ്ങനെ നമ്മുടെ ലീ ആണെങ്കിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ സാക്കുറയാണെങ്കിൽ ആ ഒരു ലെറ്റർ ഒക്കെ എടുത്ത് ഹാപ്പിയായി നടക്കുകയാണ്. അങ്ങനെ ഇത് കാണുന്ന ലീയും ഹാപ്പി ആക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ലെറ്ററിൽ സ്റ്റാർ ഉള്ള കാര്യം ലീ കാണുന്നത്. എന്നാൽ ലീയുടെ ലവ് ലെറ്ററിലാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒന്നാണ് വെച്ചത്. അങ്ങനെ ഇത് കാണുന്ന ലീയും ഷോക്ക് ആകുന്നു. ഇനി മറ്റൊരാൾ സാക്കുറയ്ക്ക് ലവ് ലെറ്റർ കൊടുത്തോ, ഇനി എനിക്ക് അവളെ കിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ച് ലീ അവിടെ താഴെ നിലത്ത് കൈ വെച്ചിരിക്കുന്നുണ്ടാകും. അപ്പോഴാണ് അവിടെ കറക്റ്റ് സമയത്ത് നമ്മുടെ നറൂട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ നറൂട്ടോ ചോദിക്കും, എന്തു പറ്റി, ശോകമായിട്ടാണല്ലോ ഉള്ളത്. അങ്ങനെ ഈ സമയം ലീ ആണെങ്കിൽ സാക്കുറയെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ആരടാ ഇവൾക്ക് ലവ് ലെറ്റർ കൊടുത്തത് എന്ന് പറഞ്ഞ് ആ കമ്പി പിടിച്ച് ഓടിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ലിയോം പറയും അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തത് ആരാണെന്ന് അറിയില്ല. അങ്ങനെ അടുത്ത സീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിയും നറൂട്ടോയും ഇവിടെ ഇരിക്കുകയാണ്. കാരണം രണ്ടുപേർക്കും സാക്കുറ ഇഷ്ടമാണെന്ന കാര്യം പരസ്പരം മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്കുറ എന്റേതാണെന്നൊക്കെ പറഞ്ഞ് വഴക്കിടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇവർ തന്നെ പറയും, ഇങ്ങനെ വഴക്കിട്ടിട്ട് കാര്യമില്ല, നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നറൂട്ടോയ്ക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മുടെ സാക്കുറയെ നോക്കിക്കഴിഞ്ഞാൽ സാക്കുറ നടന്നു പോവുകയാണ്. ഈ സമയം നമ്മുടെ ലീയും നറൂട്ടോയും ഇതൊക്കെ ഒളിഞ്ഞു കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ലവ് ലെറ്റർ ഇല്ലേ, അത് സാക്കുറ മുഴുവനായും വായിക്കുന്നതിന് മുൻപ് അതെങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും എടുക്കണം, അതും അവൾ അറിയാതെ. അപ്പോൾ തന്നെ ലീ പറയും, ഈ വിഷയം എനിക്ക് തന്നെ, ഞാൻ ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വിൻസ്റ്റൈൽ ജിറ്റ്സു യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ നറൂട്ടോ ഷോക്കായിട്ട്, എന്ത്, ഇവന് നിൻജിറ്റ്സു ഒക്കെ യൂസ് ചെയ്യാൻ അറിയുമോ? അങ്ങനെ നമ്മുടെ ലീയെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാക്കുറയുടെ പുറകിൽ പോയി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറും ചുറ്റല് മാത്രമല്ല, വായി കൊണ്ട് ഊതാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ ഒരു വായി കൊണ്ട് ഊതി ആ ഒരു ലെറ്റർ പറപ്പിക്കാനാണ് നമ്മുടെ ലീയുടെ പ്ലാൻ. എന്നാൽ ലീയുടെ പ്ലാൻ ആണെങ്കിൽ വർക്കാവുകയും ഇല്ല. അവസാനം ലീ തല ചുറ്റി വീഴുകയും ചെയ്യും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ, എടാ ഇതൊന്നും നടക്കില്ല, ഇനി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നറൂട്ടോ ഒരു പ്രത്യേക കോസ്റ്റ്യൂംസ് ഇട്ട് ഹെയർ ഡ്രയർ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടാകും. ഈ സമയം നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഒരു കയറിൽ തൂങ്ങി ലീ ആണെങ്കിൽ ആ ഒരു കയറ് കൺട്രോൾ ചെയ്യും. അങ്ങനെ നമ്മുടെ ലീ ആണെങ്കിൽ പതിയെ കൺട്രോൾ ചെയ്ത് നറൂട്ടോയെ നമ്മുടെ സാക്കുറയുടെ അടുത്ത് എത്തിക്കും. അങ്ങനെ നമ്മുടെ നറൂട്ടോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ചുറ്റും ആ ഒരു ഹെയർ ഡ്രയർ കൊണ്ട് അടിച്ച് മുഴുവനായും ഒന്ന് ചൂടാക്കും. ഈ സമയം നമ്മുടെ സാക്കുറയാണെങ്കിൽ ഇതെന്താ പെട്ടെന്നൊരു ചൂട് എന്ന് പറഞ്ഞ് അവളുടെ ബാഗ് അഴിക്കുന്നതിന് പകരം അവളുടെ പുറത്തിട്ടിട്ടുള്ള ഡ്രസ്സ് അഴിക്കും. അങ്ങനെ ഈ ഒരു പ്ലാനും ഫെയിൽ ആകുന്നു. അങ്ങനെ നമ്മുടെ ലീയുടെ കയ്യിൽ മറ്റൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ സ്കൂളിലേക്ക് പോകാൻ വൈകി ഓടിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് സാക്കുറയെ വന്ന് എടുക്കുകയും അവളുടെ ബാഗ് വീണ സമയം ആ ഒരു ലെറ്റർ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പ്ലാൻ പ്രകാരം നമ്മുടെ ലീ ആണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി സാക്കുറയെ അടിക്കാൻ വേണ്ടി വരും. എന്നാൽ ലീ ഇടിച്ചതാണെങ്കിലോ ഒരു വയസ്സായ ആള്. അങ്ങനെ ഈ ഒരു പ്ലാനും ഫെയിൽ ആകുന്നു. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും മാറി പ്ലാൻ ചെയ്യും, എങ്ങനെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ലെറ്റർ എടുക്കും. അങ്ങനെ അതിനുശേഷം ലീക്കാണെങ്കിൽ പിന്നെയും ഒരു ഐഡിയ കിട്ടുന്നു. ഈ സമയം നമ്മുടെ ലീയെയും നറൂട്ടോയും നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരാളെ പോലെ വേഷം മാറിയിട്ടാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവർ സാക്കുറയെ കണ്ട് നിന്റെ ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ തന്നെ സാക്കുറ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഗൈഡൻസ് കൗൺസിലർ ആണ്, ഒരു നിഞ്ച എങ്ങനെയായിരിക്കണമെന്ന് കൗൺസിൽ ചെയ്യുന്നവർ. അതുകൊണ്ട് ആദ്യം നിന്റെ ബാഗ് ചെക്ക് ചെയ്യണം, കാരണം പലരുടെ കയ്യിൽ നിന്നും മാരകമായിട്ടുള്ള ബോംബും മറ്റു സാധനങ്ങൾക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ലീയും നറൂട്ടോയും ചേർന്ന് സാക്കുറയുടെ ബാഗിൽ നിന്നും ആ ഒരു ലെറ്റർ തപ്പാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ രണ്ടുപേരും തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ലെറ്റർ ഒഴിച്ച് അവളുടെ മറ്റു സാധനങ്ങൾ മാത്രമേ ഇവർക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഒരു പാൻറ്റീസ് കാണുന്നത്. ഇത് കാണുന്ന ലീയുടെ കൺട്രോൾ ഒന്ന് പോകും. എന്നാൽ ലീ ആണെങ്കിൽ മനസ്സിൽ പറയും, എനിക്കിതിനൊന്നും സമയമില്ല, എനിക്ക് ലെറ്റർ തപ്പിക്കൊണ്ടിരിക്കണം. നമ്മുടെ നറൂട്ടോയും ലെറ്ററിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ
ആ ഒരു ലെറ്റർ വേഗം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോഴതാ നമ്മുടെ നറൂട്ടോയും അത് കണ്ട് കണ്ണൊക്കെ പുറത്തെത്തിയിട്ടുണ്ടാകും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും ഇവർ ലെറ്റർ തപ്പാൻ വേണ്ടി തുടങ്ങും. ഈ സമയം നമ്മുടെ സാക്കുറയാണെങ്കിൽ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ, എനിക്ക് വേഗം പോകണം, പോയിട്ട് പണിയുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ലീ ആണെങ്കിൽ സാക്കുറയോട് പറയും, നിന്നെ അങ്ങനെ വെറുതെ വിടില്ല, നീ എന്തോ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ സാക്കുറ, എന്ത് ഞാനോ? ലീ പറയും, നിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ലീ അറിയാതെ തന്റെ വായിൽ നിന്നും പറയും, നിന്റെ ബ്ലാക്ക് കളറിലുള്ള പാൻറ്റീസ് ആണെങ്കിൽ നിന്റെ ബ്രായും ബ്ലാക്ക് കളറിലുള്ളതായിരിക്കും, ചുനിയൻസ് ഇതിടാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് ദേഷ്യം വന്ന സാക്കുറയാണെങ്കിൽ രണ്ടുപേരെയും അടിച്ച് തെറിപ്പിക്കും. അതായത് അവിടെ ഒരു ഒറ്റ അടി അടിക്കുന്ന സമയത്ത് ആ ഒരു ബാഗും നറൂട്ടോയും ലീയും 3 പേരും മുകളിലേക്ക് തെറിച്ചു പോകും. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ 2 പേരുടെയും മുന്നിലായിട്ട് ആ ഒരു 2 ലെറ്ററും കാണുന്നു. ഇനി സമയമില്ല എന്ന് പറഞ്ഞ് 2 പേരും ഓരോ ലെറ്റർ എടുത്ത് താഴെ വന്ന് അത് കീറി പറിച്ച് മുകളിലേക്ക് എറിയും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് അത് അവരവരുടെ പരസ്പരം ലെറ്റർ ആയിരുന്നു എന്ന്. അപ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് നമ്മുടെ സാക്കുറ വരുന്നത്. സാക്കുറ വന്ന ഇവിടെ തന്നെ ചോദിക്കും, എനിക്ക് ആരോ 2 ലെറ്റർ തന്നിരുന്നു, നിങ്ങൾ ആ ഒരു ലെറ്റർ കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നു. അതായത് ആ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ലവ് ലെറ്റർ നമ്മുടെ നറൂട്ടോ കൊടുത്തതും ഹാർട്ട് ഷേപ്പിലുള്ള ലവ് ലെറ്റർ ലീ കൊടുത്തതുമാണ്. അത് അവസാനം അവരവർ തന്നെ കീറിക്കളയുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മുടെ ടെൻഡനും നെജിയും ആണെങ്കിൽ ഇത് കണ്ട് നമ്മുടെ ടെൻഡൻ പറയും, ഇവർക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെജി പറയും, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് 2 പേരെ നോക്കിയാലും നമ്മുടെ ലീയും നറൂട്ടോയും ഒരുമിച്ചാണ് ഇവിടെ ലവ് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു ഡയലോഗ് കേൾക്കുന്നു, ഒരാൾക്ക് ഒരു പ്രേമം വന്നു കഴിഞ്ഞാൽ അവന് ഭ്രാന്ത് പിടിക്കും, അതിന് 2 എക്സാമ്പിൾ ആണ് നറൂട്ടോയും ലീയും എന്ന് പറഞ്ഞ് ഈ ഒരു പാർട്ടും ഇവിടെ അവസാനിക്കുന്നു.